നമസ്കാരം. 9 മണി വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. സമാനതകളില്ലാത്ത പ്രളയനാശത്തിൽ ഉത്തരേന്ത്യ. ഉത്തരകാശിയിൽ ഇരട്ട മേഘവിസ്ഫോടനം, ഗ്രാമം ഒലിച്ചുപോയി. മരണസംഖ്യ ഉയരും. ഇന്ത്യൻ ആർമിയും ദേശീയ ദുരന്ത നിവാരണ സേനയും രക്ഷാപ്രവർത്തനം തുടരുന്നു. കേരളത്തിലും തകർപ്പൻ മഴ. നാളെ വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ട്. നാളെ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലേർട്ട്. 3 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. തല്ലു തുടർന്ന് അമ്മ. മെമ്മറി കാർഡ് വിവാദം കോടതി കയറുന്നു. കാർഡ് പുറത്തുപോയാൽ സ്വകാര്യതയെ ബാധിക്കുമെന്ന് നടിമാർ. വിവാദം തെരഞ്ഞെടുപ്പ് തന്ത്രമെന്ന് മാലാ പാർവതി. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ പത്രിക തള്ളിയതിനെതിരെ സാന്ദ്ര തോമസും കോടതിയിൽ. കോൺഗ്രസിന്റെ കേരളത്തിലെ പുനഃസംഘടനയിൽ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ. അന്തിമ പട്ടിക തയ്യാറാക്കുന്നതിൽ സമവായമായില്ലെന്ന് വിവരം. വേഗത്തിൽ പൂർത്തിയാക്കാൻ ഹൈക്കമാൻഡ്. ഛത്തീസ്ഗഡിലെ കുരുക്ക് മുറിക്കാൻ കേരള BJP. ബിഷപ്പുമാരെ നേരിട്ട് കാണാൻ നേതാക്കൾ. സിറോ മലബാർ സഭ, മലങ്കര കത്തോലിക്ക സഭ അധ്യക്ഷന്മാരെ കണ്ടു. പരിവാർ സംഘടനകളുടെ BJPയോടുള്ള എതിർപ്പ് തുടരുന്നു. ഇന്ത്യക്കെതിരെ പുതിയ ഭീഷണിയുമായി ട്രംപ്. നിലവിൽ പ്രഖ്യാപിച്ച തീരുവയേക്കാൾ കൂടുതൽ തീരുവ ഏർപ്പെടുത്തും. റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എണ്ണയ്ക്ക് ആനുപാതികമായി തീരുവ. 24 മണിക്കൂറിനകം പ്രഖ്യാപനമുണ്ടാകുമെന്നും അമേരിക്കൻ പ്രസിഡന്റ്. ജുഡീഷ്യറിക്കെതിരെ ആഞ്ഞടിച്ച് പ്രിയങ്ക ഗാന്ധി. യഥാർത്ഥ രാജ്യസ്നേഹിയെ തീരുമാനിക്കുന്നത് ജഡ്ജിമാരല്ലെന്ന് പാർലമെന്റിൽ വിമർശനം. രാഹുൽ ഗാന്ധിക്കെതിരായ സുപ്രീം കോടതി പരാമർശത്തിൽ. NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച് നരേന്ദ്രമോദി. കേരളത്തിലേക്ക് മെസ്സി വരുന്നതിൽ അവ്യക്തത തുടരുന്നു. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെതിരെ സ്പോൺസർമാർ. മെസ്സിയും അർജന്റീന ടീമും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനൊരു കൺഫർമേഷൻ പ്രോപ്പറായ രീതിയിൽ അവർ ഇതുവരെ തന്നിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് ഏകദേശം 6-ാം തീയതി ആയി കഴിഞ്ഞാൽ 2 മാസം പൈസ അവർ വാങ്ങിയിട്ട് 2 മാസമായി. ഇപ്പോൾ നിലപാട് വിലപേശലാണോ എന്ന് സംശയമുണ്ടെന്നും പുതിയ വാദം. ന്യൂസ് 18 ബിഗ് ഇമ്പാക്ട്. ആലപ്പുഴയിലെ ഐഷ തിരോധാന കേസിൽ സെബാസ്റ്റ്യന്റെ മുൻ സുഹൃത്ത് റോസമ്മയെ ചോദ്യം ചെയ്യും. കേസിൽ സെബാസ്റ്റ്യന് പങ്കുണ്ടെന്ന നിർണായക വെളിപ്പെടുത്തൽ റോസമ്മ നടത്തിയത് ന്യൂസ് 18ലൂടെ. സമഗ്ര അന്വേഷണം നടത്തുമെന്ന് DGP. അന്വേഷണ സംഘത്തോട് സഹകരിക്കാതെ സെബാസ്റ്റ്യൻ. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ കൂടുതൽ തെളിവുകൾ തേടിയ SIT. പോയിന്റ് 11ലെയും 12ലെയും പരിശോധന പൂർത്തിയായി. അവസാന പോയിന്റായ 13ൽ നാളെ നിർണായക തിരച്ചിൽ. കണ്ടെടുത്ത ശരീരാവശിഷ്ടങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ഉത്തരേന്ത്യയിലെ പ്രളയഭീതി. ഉത്തരാഖണ്ഡിലെ ദരാലി എന്ന ഗ്രാമത്തെ പൂർണ്ണമായും തുടച്ചു നീക്കി ഉത്തരകാശിയിലുണ്ടായ മേഘവിസ്ഫോടനവും ഉരുൾപൊട്ടലും. ഖീർഗംഗയിൽ നിന്ന് കുത്തിയൊലിച്ചെത്തിയ വെള്ളം പ്രദേശത്തെ നിരവധി വീടുകളെയും കെട്ടിടങ്ങളെയും കൊണ്ടുപോയി. 4 പേർ മരിച്ചുവെന്നാണ് ലഭിക്കുന്ന പ്രാഥമികമായ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമെങ്കിൽ പോലും മരണസംഖ്യ കൂടാനുള്ള സാധ്യതകൾ തന്നെയാണ് ഉള്ളത്. 60 പേരെ കാണാതായി. अरे बह गया, ये मेरी माँ
मामा चलेगा सेफ जगह मामा चलेगा सेफ है मंदिर ഏറ്റവും പുതിയ വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ ചേരും. അഭിലാഷ്, നമ്മളെയൊക്കെ വല്ലാതെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. മനുഷ്യർ താമസിച്ചുകൊണ്ടിരുന്ന ഒരു ഗ്രാമം ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാകുന്നു. ഈ കാഷ്വാലിറ്റി സംബന്ധിച്ച് എന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ? കുറേ ആളുകളെ കാണാതായിട്ടുണ്ട്. കൃത്യമായ കണക്കുകളോ മറ്റോ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ ഇപ്പോൾ? ഇന്ന് 1:45 ഇത്തരത്തിൽ ഉത്തരകാശിയിലെ ധരാളി എന്ന ഗ്രാമത്തിലേക്ക് ഇത്ര വലിയൊരു ദുരന്തമുണ്ടായത്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് 70ഓളം പേരെ പ്രദേശത്ത് നിന്ന് റെസ്ക്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 60 മുതൽ 70 പേരെ ഇന്ത്യൻ ആർമിയും ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനാംഗങ്ങളും കൂടി ചേർന്ന് 70ഓളം പേരെ അവിടുന്ന് രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പുതിയതായിട്ട് ലഭിക്കുന്ന വിവരം. അതേസമയം മരണക്കണക്ക് ഇപ്പോഴും 4 എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ലഭിക്കുന്ന വിവരം. കാരണം ഈ പ്രദേശത്ത് ശക്തമായ മഴ തുടരുകയാണ്. അതുപോലെ തന്നെ ഈ പ്രദേശത്തേക്ക് വാഹനങ്ങൾ എത്തിച്ചേരാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആൾക്കാരെ ഈ മണ്ണിനടിയിൽ നിന്ന് കൂടുതൽ ആൾക്കാരെ പുറത്തെടുക്കാനുള്ള ഒരു സമയവും സാഹചര്യവും ഇപ്പോൾ നിലവിലില്ലാത്തത് കൊണ്ട് തന്നെ നിലവിൽ മരണക്കണക്ക് ഔദ്യോഗികമായി നമുക്ക് ലഭിക്കുന്നത് 4 പേരെന്നുള്ളത് തന്നെയാണ്. എന്നാൽ വരും മണിക്കൂറുകളിൽ ഇത് ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം മിന്നൽ പ്രളയമാണ് അവിടെ ഉണ്ടായത്. വളരെ ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ശാന്തമായി ഒഴുകിയിരുന്ന ഒരു നദിയാണ് ഖീർഗംഗ എന്ന് പറയുന്നത്. അവിടേക്ക് പെട്ടെന്ന് 1:45 പ്രളയജലം കുത്തി ഒലിച്ച് എത്തുകയും ഈ ധാരാളി എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമത്തിലേക്ക് കയറി വരികയുമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന 25 മുതൽ 50 വരെ വീടുകളും അതുപോലെ തന്നെ ഹോം സ്റ്റേകളും ഹോട്ടലുകളും റിസോർട്ടുകളും കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒറ്റയടിക്ക് നിമിഷ നേരം കൊണ്ട് തുടച്ചു നീക്കിക്കൊണ്ടാണ് ഈ ഖീർഗംഗ നദി അവിടുന്ന് പാഞ്ഞുപോയത്. ഈ ഒരു സാഹചര്യത്തിൽ അവിടെ 250 മുതൽ 300 ആളുകൾ വരെ ഉണ്ടായിരുന്നു എന്നാണ് പ്രാഥമികമായ കണക്ക്. അവിടുത്തെ തദ്ദേശവാസികൾ, ആ പ്രദേശവാസികൾ പറയുന്നത് അങ്ങനെയാണ്. അവിടെ ഇവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത്രയും ഒരു ജലം ആ പ്രദേശത്തേക്ക് കുത്തി ഒലിച്ചെത്തുകയായിരുന്നു. അവർക്ക് പലർക്കും ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. നിരവധി വലിയ കെട്ടിടങ്ങൾ, ഉയരമുള്ള കെട്ടിടങ്ങൾ അടക്കം നിലം പതിച്ചിരിക്കുകയാണ്. ഇതിനടിയിലേക്ക് ഇതിനു പുറത്തുകൂടി ഈ ഗംഗയിലൂടെ ഒഴുകി വന്ന ജലവും ചെളിയും എല്ലാം നിറഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം കുറച്ച് ദുഷ്കരമായിരിക്കുന്ന സാഹചര്യമാണ്. മാത്രമല്ല ശക്തമായ മഴയിൽ പ്രദേശത്ത് സുഖി ടോപ്പ് എന്ന് പറയുന്ന മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമുണ്ട്. അവിടെയും മേഘവിസ്ഫോടനം ഉണ്ടായി. പക്ഷേ അവിടെ ആൾനാശമൊന്നും ഉണ്ടായില്ല എന്നുള്ള ആശ്വാസകരമായ ഒരു വാർത്തയുണ്ട്. പുറത്തുവരുന്ന കണക്കുകൾ അഭിലാഷ് അത് കൃത്യമാകാൻ സാധ്യതയില്ലല്ലോ. കാരണം റോഡുകൾ പൂർണ്ണമായും നശിച്ചു. മറ്റ് മാർഗങ്ങളൊന്നുമില്ല ഈ പ്രദേശങ്ങളിലേക്ക് പോകാൻ. എയർലിഫ്റ്റിംഗ് മാത്രമാണ് എന്ന് കൃത്യമായി രാവിലെ നമ്മൾ കുറച്ചു മുമ്പ് റിപ്പോർട്ട് ചെയ്തതാണ്. അതനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? ഒപ്പം ഈ ആളുകളുടെ എണ്ണവുമായൊക്കെ ബന്ധപ്പെട്ട് ഇനിയും കാര്യങ്ങൾ വ്യക്തമാകാനുള്ളതല്ലേ ഉള്ളൂ? അതെ, തീർച്ചയായിട്ടും. ഇനി എത്ര പേരാണ് അവിടെ കുടുങ്ങി കിടക്കുന്നത്, ഇപ്പോൾ നിലവിൽ 70 പേരെ രക്ഷിച്ചു എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഒരു കൃത്യത ഉള്ളത്. എന്നാൽ ഇനി എത്ര പേരെ അവിടെ നിന്ന് രക്ഷിക്കാനുണ്ട്, ആരൊക്കെയാണ് ഈ മണ്ണിനടിയിൽ കുടുങ്ങി കിടക്കുന്നത്? ഇത് നമ്മൾ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ ധാരാളി, ഹർഷിൽ, സുഖി ടോപ്പ് എന്നൊക്കെ പറയുന്നത് വളരെ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ്. അവിടെ നിരവധി വിനോദസഞ്ചാരികൾ എത്താറുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് നിന്നല്ലാതെ സംസ്ഥാനത്തിന് പുറത്തു നിന്നും മറ്റ് ഉത്തരാഖണ്ഡിലെ തന്നെ മറ്റിടങ്ങളിൽ നിന്നും അതുപോലെ രാജ്യത്തിന് പുറത്തു നിന്നുമൊക്കെ ആരെങ്കിലുമൊക്കെ അവിടെ താമസിച്ചിരുന്നോ എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് സംശയമുണ്ട്. അക്കാര്യത്തിലൊക്കെ ഒരു കൃത്യമായ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ ഇവിടേക്ക് കൂടുതൽ ആളുകളെത്തി ഈ മഴ ഒന്ന് മാറി അതിനുശേഷം ആൾക്കാരെ രക്ഷിച്ചാൽ മാത്രമേ പറയാൻ കഴിയുള്ളൂ. കാരണം അത്രയധികം വലിയ മഴയാണ് അവിടെ നടക്കുന്നത്. മാത്രമല്ല നാളെയും ഈ പ്രദേശത്ത് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്കൂളുകൾക്കെല്ലാം അവധി കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര ആളുകൾ ഇവിടെ കുടുങ്ങിക്കിടപ്പുണ്ട്, എത്ര പേരാണ് ഇവിടെ മരണപ്പെട്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വരും മണിക്കൂറുകളിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതിനനുസരിച്ച് മാത്രമേ നമുക്ക് ഔദ്യോഗികമായി പറയാൻ കഴിയുള്ളൂ. വലിയ ദുരന്തമുഖത്താണ് ഈ പ്രദേശങ്ങൾ എന്ന് വേണം മനസ്സിലാക്കാൻ. വലിയ ദുരന്തങ്ങൾ സംഭവിക്കുന്നു. ഒരു ഗ്രാമം പൂർണ്ണമായും ഒലിച്ചു പോകുന്നു. പ്രളയഭീതിയിൽ പ്രളയം വീണ്ടും വരും. കാരണം നാളെയും വളരെ കൃത്യമായി തന്നെ അവിടെ മഴയുണ്ടാകുമെന്നുള്ള പ്രവചനമുണ്ട്. സ്കൂളുകൾക്കും മറ്റും അവധി കൊടുത്തിട്ടുണ്ട്. നദീതീരങ്ങൾ താമസിക്കുന്ന ആളുകളോട് മാറി താമസിക്കാനും സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. പ്രധാനമന്ത്രി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുമായി സംസാരിക്കുകയും മറ്റും ചെയ്തിരുന്നു എന്നുള്ളതാണ്. കൃത്യമായി തന്നെ പുഷ്കർ സിംഗ് ധാമിയുമായി സംസാരിക്കുകയും വിവരങ്ങൾ ചോദിച്ചറിയുകയും മറ്റും ചെയ്തിട്ടുണ്ട്.
കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിലും വിവിധ പ്രദേശങ്ങളിൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴ രേഖപ്പെടുത്തുകയാണ്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ തുടരുന്നു. കനത്ത മഴയിൽ തൃശൂർ, പാലക്കാട് ജില്ലകളിൽ വ്യാപകമായ നാശം ഇന്ന് റിപ്പോർട്ട് ചെയ്തു. കണ്ണൂർ പയ്യാമ്പലത്ത് കടൽക്ഷോഭത്തിൽപ്പെട്ട് വള്ളം മറിഞ്ഞു. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഇടവിട്ട് ശക്തമായ മഴയാണ്. എറണാകുളത്ത് കല്ലൂർ, ഇടപ്പള്ളി ടോൾ, കളമശ്ശേരി, മരട് എന്നിവിടങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ഇന്നലെ അർദ്ധരാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെ കൊച്ചിയിലാകെ കനത്ത മഴയായിരുന്നു. തൃപ്പൂണിത്തുറ, പേട്ട, താമരശ്ശേരി, കരിന്തറ റോട്ടിൽ ഗൂഗിൾ മാപ്പ് നോക്കി വന്ന കാർ വെള്ളക്കെട്ടിൽ വീണു. കനത്ത മഴയിൽ തൃശൂർ, പാലക്കാട് ജില്ലകളിൽ വ്യാപക നഷ്ടമുണ്ടായി. വാണിയംകുളം, പുനയൂരിൽ ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ ഉരുൾപൊട്ടിയതായി സംശയമുണ്ട്. ഭയാനകമായ ശബ്ദം കേട്ടതായി പ്രദേശവാസികൾ പറയുന്നു. വീടുകളുടെ മുറ്റത്തേക്ക് മണ്ണും കല്ലുകളും വന്ന് നിറഞ്ഞിട്ടുമുണ്ട്. പ്രദേശത്ത് 3 വീടുകളുടെ മതിലിടിഞ്ഞു വീണു. ഷൊർണൂരിൽ ഇറിഗേഷൻ ഓഫീസിനകത്ത് വെള്ളം കയറി. അട്ടപ്പാടി ചുരത്തിലും കനത്ത മഴയാണ്. മഴവെള്ളപ്പാച്ചിലും ശക്തമാണ്. കണ്ണൂർ പയ്യാമ്പലത്ത് ഇന്ന് രാവിലെ മത്സ്യബന്ധനത്തിന് പോയ ഫൈബർ വള്ളം കടൽക്ഷോഭത്തിൽപ്പെട്ട് മറിഞ്ഞു. മത്സ്യത്തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടു. കോട്ടയത്തും പത്തനംതിട്ടയിലും ഇടവിട്ട് മഴയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനമുണ്ടാകുന്നു എന്ന ഏറ്റവും പുതിയ വാർത്തയുണ്ട്. പുഞ്ചിലെ നിയന്ത്രണ രേഖയോട് ചേർന്ന് പാകിസ്ഥാൻ സൈന്യം പ്രകോപനമില്ലാതെ അതിർത്തി കടന്ന് വെടിവെപ്പ് നടത്തി. ഇന്ത്യൻ സൈന്യം ഉടനത് ഫലപ്രദമായി പ്രതിരോധിച്ചു എന്നുള്ള വിവരം കൂടിയുണ്ട്. 15 മിനിറ്റിലധികം വെടിവെപ്പ് തുടർന്നു. മനു ഭാരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. മനു, ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇതാദ്യമായാണ് പാക് പ്രകോപനം എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് സംഭവിച്ചത്? രഞ്ജിത്ത്, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഒരു വെടിനിർത്തൽ ധാരണ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടായിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് ആക്രമണം ഉണ്ടാകില്ല എന്ന ഒരു ഉറപ്പാണ് ഇന്ത്യക്ക് ലഭിച്ചിരുന്നത്. അതിനെ തുടർന്നാണ് ഈ തിരിച്ചടി ഒഴിവാക്കാൻ ഇന്ത്യ തീരുമാനിക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാനെ ഒട്ടും വിശ്വസിക്കാൻ കഴിയില്ല എന്ന് എല്ലാ ഘട്ടത്തിലും പറഞ്ഞിരുന്ന ആ കാര്യം ഇപ്പോൾ വീണ്ടും ശരിയാകുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. 6:30യോടുകൂടിയാണ് അതിർത്തിയിൽ വെടിവെപ്പുണ്ടായത്. മാൻകോട്ട് സെക്ടറിലാണ് പൂഞ്ച് അതിർത്തിയിൽ ഈ വെടിവെപ്പ് പാകിസ്ഥാനിൻ്റെ ഭാഗത്ത് ഉണ്ടായത്. ഒരു പ്രകോപനവുമില്ലാതെ സ്മോൾ ആംസും ആർട്ടിലറി, അതായത് പീരങ്കിയും ഉപയോഗിച്ചുള്ള ഫയറിംഗ് ആണ് നടന്നത്. നേരത്തെ സംഘർഷ സമയത്ത് ഈ പ്രദേശത്ത് ഇത് സമാനമായ രീതിയിൽ ആക്രമണം ഉണ്ടായിരുന്നു. ഏതാണ്ട് 15 മിനിറ്റോളം ആക്രമണമുണ്ടായി. ഈ ഘട്ടത്തിലാണ് സൈന്യം ശക്തമായി തിരിച്ചടിച്ചത്. തുടർന്ന് പിന്നീട് അവർ പിൻവാങ്ങിയതായുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നു. 15 മിനിറ്റോളം നീണ്ടുനിന്ന ഈ ആക്രമണം ഒരു തരത്തിലുള്ള പ്രകോപനവും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിലാണ് വന്നത് എന്ന് വ്യക്തമാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദ്യമായാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. അത് വളരെ ഗൗരവത്തോടു കൂടി രാജ്യം എടുക്കും. തുടർന്ന് ഇനി ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് തമ്മിൽ സംവദിക്കുമ്പോൾ ഈ വിഷയം ഉയർത്തുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രധാനമായും സ്മോൾ ആംസ് ഫയറിംഗ് ആണ് നടന്നിരിക്കുന്നത്. റൈഫിലുകളും അതുപോലെ ആർട്ടിലറികളും ഉപയോഗിച്ചു, അതായത് പീരങ്കിയും ഉപയോഗിച്ചുള്ള ഫയറിംഗ് നടന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇതിന് പക്ഷേ സൈന്യം ശക്തമായ തിരിച്ച് മറുപടി കൊടുക്കുകയും അത് പിൻവാങ്ങേണ്ട ഒരു സാഹചര്യം പാകിസ്ഥാന് 15 മിനിറ്റിൽ ഉണ്ടാകുകയും ചെയ്തു എന്നത് വ്യക്തമാണ്. പെഹൽഗാം സംഭവത്തിന് ശേഷം ഇരു രാജ്യങ്ങളും കൂട്ടായി
ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നാണ് ആദ്യം തങ്ങൾ ഇനി പ്രകോപനങ്ങൾ സൃഷ്ടിക്കില്ല, ഇനി അതിർത്തിയിൽ പ്രശ്നങ്ങൾക്ക് ഇല്ല എന്ന്, തങ്ങളുടെ ഭാഗത്ത് ആക്രമണം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകിയത്. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് തിരിച്ചൊന്നും ഉണ്ടാകില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കാനുള്ള നിർദ്ദേശം അന്ന് തന്നെ പ്രധാനമന്ത്രി നൽകിയിരുന്നു. അതിനുശേഷം കേന്ദ്രമന്ത്രി അമിത്ഷായും ഈ അതിർത്തി കേന്ദ്രങ്ങളിലുള്ള ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തുകയും അവിടെയുള്ള ഈ ഈസ്റ്റേൺ കമാൻഡിലും അതുപോലെ തന്നെ വെസ്റ്റേൺ കമാൻഡിലും ഒക്കെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കണം എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ നോർത്ത് വെസ്റ്റേൺ കമാൻഡുകളുടെ നേതൃത്വത്തിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകണം എന്ന് നേരത്തെ തന്നെ നൽകിയിട്ടുള്ള നിർദ്ദേശം ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നു. ശക്തമായി സൈന്യം തിരിച്ചടിച്ചിരിക്കുന്നു. അപ്പോൾ നിയന്ത്രണ രേഖയിൽ ഇപ്പോൾ ഫയറിംഗ് ഇല്ല എന്ന ഒരു വിവരം. 15 മിനിറ്റോളം ഫയറിംഗ് നീണ്ടു. അതിനുശേഷം ഇന്ത്യൻ സൈന്യത്തിന്റെ തിരിച്ചടിയിൽ ഭയന്ന് പാക് സൈന്യം പിന്മാറി എന്നുള്ളതാണ്. മറ്റ് കാഷ്വാലിറ്റീസ് അങ്ങനെ എന്തെങ്കിലും നമ്മുടെ സൈനികർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിക്ക് അത്തരം കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ? ഒരു പരിക്കും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സ്മോൾ ആംസ് ഫയറിംഗ് അപ്പുറത്തുണ്ടായ ഘട്ടത്തിൽ തന്നെ അത് പ്രതിരോധിക്കാനുള്ള നീക്കം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഈ മാൻകോട്ട് സെക്ടറിൽ ഉണ്ടായി എന്നാണ് വ്യക്തമാകുന്നത്. അപ്പോൾ നേരത്തെ ഈ 2021 ഫെബ്രുവരിയിൽ ഒരു ഇന്ത്യ പാകിസ്ഥാൻ സീസ് ഫയർ നെഗോഷിയേഷൻസ് ഉണ്ടായിരുന്നു. ആ വെടിനിർത്തൽ ധാരണകൾ ഉണ്ടായിരുന്നു. അത് പിന്നീട് പല ഘട്ടങ്ങളിൽ പാകിസ്ഥാൻ ഇതുപോലെ അത് പ്രകോപനമില്ലാതെ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പം അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഇന്ത്യ ഈ തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ചപ്പോൾ പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് ആക്രമണം തുടങ്ങുകയും അതിന് ശക്തമായി തിരിച്ചടി നൽകുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിൽ വലിയ നാശനഷ്ടം പ്രത്യേകിച്ച് വ്യോമതാവളങ്ങളിൽ ഉണ്ടായ ഘട്ടത്തിലാണ് പാകിസ്ഥാൻ തങ്ങൾ ഇനി പ്രകോപനത്തിനില്ല, ഇനി വെടിവെപ്പിനില്ല, സമാധാനം ആഗ്രഹിക്കുന്നു എന്ന തരത്തിലൊക്കെയുള്ള അവകാശവാദങ്ങളുമായി രംഗത്ത് വന്നത്. ആ ഘട്ടത്തിൽ ഇന്ത്യയും എങ്കിൽ ഈ യുദ്ധം തുടരാൻ ഇന്ത്യയും ആഗ്രഹിക്കുന്നില്ല. അതിർത്തി സംരക്ഷിക്കുക എന്നത്, രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കുക എന്നത്, ഇന്ത്യയുടെ മണ്ണും ഇവിടുത്തെ മനുഷ്യരെയും സംരക്ഷിക്കുക എന്നുള്ളത് സൈന്യത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. പക്ഷേ അപ്പുറത്ത് നിന്ന് ആക്രമണം ഉണ്ടായില്ലെങ്കിൽ യാതൊരു കാരണവശാലും ഇന്ത്യ പ്രത്യാക്രമണം നടത്തില്ല എന്ന ഒരു ഉറപ്പ് ഇന്ത്യയുടെ ഭാഗത്തും ഉണ്ടായി. അങ്ങനെയാണ് ഒരു വെടിനിർത്തൽ ധാരണ ഉണ്ടായത്. പക്ഷേ അതിനുശേഷം ദീർഘനാൾ ശാന്തമായ ഒരു സാഹചര്യം വന്നപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ സംഘർഷം കുറഞ്ഞു എന്ന് പൊതുവെ ഒരു ധാരണയുണ്ടായി. പക്ഷേ പാകിസ്ഥാനെ അത്ര കണ്ട് വിശ്വസിക്കരുത് എന്ന ഒരു നിലപാട് നേരത്തെ തന്നെ ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും രാജ്നാഥ് സിംഗും അതുപോലെ കേന്ദ്രമന്ത്രി അമിത്ഷായും ഒപ്പം പ്രധാനമന്ത്രിയുമൊക്കെ ഈ പല സൈനിക കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും അവിടുത്തെ മേധാവി കേന്ദ്രങ്ങളിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കും മേധാവികൾക്കും ഏതൊരു ആക്രമണം വന്നാലും ശക്തമായി തിരിച്ചടിക്കാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനും എൻ്റെ കേന്ദ്രങ്ങളും പ്രധാനമന്ത്രി അവരെയൊക്കെ നേരിട്ട് ബന്ധപ്പെടുകയും ഈ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള തിരിച്ചുപോക്കിൻ്റെയും ആവശ്യമില്ല, ആ ഘട്ടം എങ്ങനെ അപ്പുറത്തു നിന്ന് ആക്രമണം ഉണ്ടാകുന്നു അതിന് ഉചിതമായ രീതിയിലുള്ള മറുപടി കൊടുക്കാൻ മറ്റൊരു ഉത്തരവും കാത്തു നിൽക്കേണ്ട എന്ന കൃത്യമായ നിർദ്ദേശം കൊടുത്ത് അദ്ദേഹം പലവട്ടം വ്യക്തമാക്കിയിരുന്നു. അത് സൈന്യം ചെയ്യുമെന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തിരിക്കും. ഏതായാലും 6:30യോടുകൂടിയാണ് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു ആക്രമണം ഉണ്ടായത്. അത് 15 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് ഇപ്പോൾ ഒരു ആശ്വാസത്തിന് വക നൽകുന്നു. പക്ഷേ തുടർന്നും ഈ അതിർത്തി നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തു നിന്നുള്ള ഇത്തരം ആക്രമണങ്ങൾ പാക് സൈന്യം നടത്തും എന്ന് കരുതിയിരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് വ്യക്തമാവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ അതിർത്തി പ്രദേശങ്ങളിൽ സൈന്യം കൂടുതൽ ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. രഞ്ജിത്ത്, അതാണ് ഏറ്റവും പുതിയ സാഹചര്യം. അതിർത്തിയിലാണ് ഈ പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പൂഞ്ച് മേഖലയിൽ KG സെക്ടറിലാണ് ഇത്തരത്തിൽ സ്മോൾ റൈഫിൾസ് ഉപയോഗിച്ചുള്ള ഫയറിംഗ് ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടായിരുന്നു. അതിനുശേഷം അതിർത്തിയിൽ കാര്യങ്ങൾ ശാന്തമായിരുന്നു. അത്രത്തോളം വലിയ തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂറിൽ അല്ലെങ്കിൽ അവിടെ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരന്മാരെ 3 പേരെയും ഇന്ത്യ കൊന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു. അത് ആഭ്യന്തരമന്ത്രി പാർലമെൻറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കുകയും മറ്റും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഒളിച്ചിരുന്ന ഭീകരന്മാർ അല്ലെങ്കിൽ ഒളിച്ചിരുന്ന ആളുകളെ തിരയുന്നതിനുള്ള കൂടുതൽ ശ്രമങ്ങൾ നമ്മുടെ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ട് എന്നുള്ളതാണ്. മറ്റ് തീവ്രവാദ ആക്രമണങ്ങളോ മറ്റൊന്നും കശ്മീരിൽ കുറേ നാളുകളായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഒരു പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ശക്തമായി കരസേന തിരിച്ചടിക്കുകയും ചെയ്തു. മനു ഭരതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് ട്രംപിന്റെ ഭീഷണിയാണ്.
റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ നിലപാട് കടുപ്പിച്ച് US പ്രസിഡന്റ് ട്രംപ് ഇന്ന് രംഗത്ത് വന്നു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അധിക താരിഫുകൾ ചുമത്തുമെന്ന് ഇന്ത്യക്ക് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യ ഒരു നല്ല വ്യാപാര പങ്കാളിയല്ലെന്ന് US പ്രസിഡന്റ് തുറന്നടിച്ചു. ഞങ്ങളുമായി അവർ ധാരാളം വ്യാപാരം നടത്തുന്നു, എന്നാൽ അവർ ഞങ്ങൾക്കൊപ്പം ഇല്ലെന്നും ചൊവ്വാഴ്ച CNBCയുമായുള്ള അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞു. കാർത്തിക്, ട്രംപ് 25% തീരുവ ചുമത്തിയത് കഴിഞ്ഞ ദിവസം. ഇതുമായി ബന്ധപ്പെട്ട് റഷ്യയുമായുള്ള നമ്മുടെ എണ്ണവാങ്ങലുമൊക്കെ ആയിരുന്നല്ലോ പ്രകോപനമായത്. ഇപ്പോൾ കുറച്ചുകൂടി കിറുക്കൻ ബുദ്ധിയിലേക്കാണോ ട്രംപ് പോകുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ വേണം വിലയിരുത്താൻ. കാരണം ട്രംപ് നിലപാട് കടുപ്പിക്കുകയാണ്. ജൂലൈ 31-നാണ് 25% തീരുവ ഏർപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഉത്തരവിൽ അദ്ദേഹം ഒപ്പുവെച്ചത്. അതിനുശേഷം പല തോതിൽ വാക്കുതർക്കങ്ങൾ ഇന്ത്യയും US-ഉമായി ഉണ്ടായി. ഇന്ത്യ അസാധാരണമാംവിധം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ശക്തമായ മറുപടിയാണ് US-ന് നൽകിയത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു അഭിമുഖത്തിൽ ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയം. ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള 25% തീരുവ മറ്റന്നാൾ നിലവിൽ വരും. ഇപ്പോൾ ട്രംപ് അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അധിക തീരുവ ചുമത്തും എന്നാണ്. നേരത്തെ തന്നെ ആദ്യഘട്ടത്തിൽ 26% ഇന്ത്യക്ക് തീരുവ പ്രഖ്യാപിച്ചിരുന്നത്. തുടർന്ന് അത് 2 മാസത്തേക്ക് മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ജൂലൈ 31-ന് 25% തീരുവ പ്രഖ്യാപിച്ചതും പിന്നാലെ ഒപ്പിട്ടതും. എന്തായാലും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അധിക തീരുവ കൂടി ചുമത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ പ്രഖ്യാപിച്ച സാഹചര്യമാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അതായത് ട്രംപ് റഷ്യയുമായി ഇന്ത്യയുടെ ഓയിൽ, റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിൽ ആണ് US-ന് പ്രധാനമായും എതിർപ്പുകൾ ഉള്ളത്. ആ എതിർപ്പുകൾ തന്നെയാണ് ഇപ്പോൾ അധിക തീരുവ ചുമത്താനും കാരണം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇതിനിടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ മറുപടിക്ക് പിന്നാലെ റഷ്യയും ഇന്ത്യയെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു. റഷ്യൻ ക്രെംലിൻ്റെ പ്രസ് സെക്രട്ടറി തന്നെ ദിമിത്രി പെസ്കോവ് തന്നെ ഇത് സംബന്ധിച്ച ഒരു പ്രതികരണം നടത്തി. ഇത്തരം രാജ്യങ്ങൾക്ക്, അതായത് പരമാധികാര രാജ്യങ്ങൾക്ക് വ്യാപാര സാമ്പത്തിക സഹകരണത്തിൽ സ്വന്തം പങ്കാളികളെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ഇന്ത്യക്ക് മേൽ ചുമത്തുന്നത് നീതീകരിക്കാനാകില്ല എന്നൊരു പ്രതികരണമാണ് റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ട്രംപ് അഭിമുഖത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയത് എന്ന് കൂടി ഓർക്കണം. എന്തായാലും ഇന്ത്യയെ പിന്തുണച്ച് റഷ്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ വരുന്നു. അപ്പോഴും വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാടിൽ ട്രംപ് ഉറച്ചു നിൽക്കുന്നു. യുദ്ധത്തിന് കാരണം ഇത്തരത്തിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതാണ് എന്ന് അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ അധിക തീരുവയും അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. കാർത്തിക് വിവരങ്ങൾ പങ്കുവച്ചു. NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂരിൽ ചർച്ച ആവശ്യപ്പെട്ട് സ്വന്തം കാലിന് പരിക്കേൽപ്പിച്ച പ്രതിപക്ഷത്തെ വേറെ എവിടെ കാണാനാകുമെന്നായിരുന്നു മോദിയുടെ പരിഹാസം. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന്റെ 6ാം വാർഷിക ദിനത്തിൽ ചേർന്ന യോഗത്തിലാണ് ഭരണഘടനയുടെ 370-ാം അനുച്ഛേദം റദ്ദാക്കിയതും രാമക്ഷേത്ര നിർമ്മാണവും മോദി പരാമർശിച്ചത്. മനു ഭരത് ശരിയാണ്. മനു, ഇന്ന് പ്രതിപക്ഷം സിന്ദൂറുമായി ബന്ധപ്പെട്ട ചർച്ച ആവശ്യപ്പെട്ടത് പ്രതിപക്ഷമാണ്. അത് പാർലമെന്റിൽ സാധിച്ചു കൊടുത്തു. അതിൽ BJPക്ക് ലഭിച്ച ഒരു മേൽക്കൈയാണോ മോദി ചൂണ്ടിക്കാട്ടിയത്? പ്രധാനമായും ഇന്നത്തെ യോഗം ഒരു സുപ്രധാന കാര്യം ആണ് പ്രതീക്ഷിച്ചിരുന്നത്. കാരണം ഇനി അടുത്ത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് NDA നേതാക്കളെ പ്രധാനമന്ത്രി കാണുക, അല്ലെങ്കിൽ MP-മാരെ കാണുകയും അവരുടെ ഒരു കൂട്ടായ്മ വിളിച്ചു ചേർക്കുകയും ഒക്കെ ചെയ്തത്. മാത്രവുമല്ല, ഈ ഓപ്പറേഷൻ സിന്ദൂർ BJPക്ക് വലിയ വിജയമാണ് എന്ന തരത്തിൽ ആണ് പ്രധാനമന്ത്രി തുടർന്ന് പറയുന്നത്. ഇത് ഒരു ആവശ്യവുമില്ലാതെ പ്രതിപക്ഷം അത് ചോദിച്ചു വാങ്ങുകയായിരുന്നു. ചർച്ചയിൽ പിന്നീട് അവർക്ക് പൂർണ്ണ പരാജയം നേരിടേണ്ടി വന്നു എന്നതാണ് പ്രധാനമന്ത്രിയുടെ നിലപാട്. അപ്പോൾ ഇനി അവരുടെ തന്നെ കുഴിമാടം അവർ തന്നെ കുഴിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രതിപക്ഷത്തെ കളിയാക്കിക്കൊണ്ട് നരേന്ദ്രമോദി പറഞ്ഞത്. ഒരു അനാവശ്യമായ ഒരു നീക്കമായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ഒരു പ്രതികരണം വേണം എന്ന നിലപാട് എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ വരും ദിവസങ്ങളിലുള്ള കൂടുതൽ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ NDAക്കകത്ത് സജീവമാവുകയാണ്. ഉപരാഷ്ട്രപതി ആരാകും എന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഒരു വശത്ത് ഉയരുന്നു. കാശ്മീരിൻ്റെ പ്രത്യേക പദവിയെ സംബന്ധിച്ച് NDA എന്ത് തീരുമാനമെടുക്കും, ഈ സർക്കാരിൻ്റെ അടുത്ത നിലപാടെന്ത് എന്ന ചോദ്യങ്ങൾ കൂടി ശക്തമാവുകയാണ്. പ്രത്യേകിച്ച് ഈ രാഹുൽ ഗാന്ധിയെ കോടതി രൂക്ഷമായി വിമർശിച്ച ഒരു സാഹചര്യത്തിൽ വലിയ ആത്മവിശ്വാസമാണ് ഇപ്പോൾ NDA ക്യാമ്പിൽ. അതാണ്, NDA ക്യാമ്പിൽ ആത്മവിശ്വാസമുണ്ട്. ആ പ്രതികരണം ഇന്ന് NDA യോഗത്തിലും മോദി പറയുകയുണ്ടായി. അതേസമയം ഇന്ന് നമ്മൾ കണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, രാഹുൽ ഗാന്ധിക്കെതിരായ സുപ്രീം കോടതി പരാമർശത്തിൽ
പ്രിയങ്ക ഗാന്ധിയുടെ വിമർശനമാണ് എന്നുള്ളതാണ്. ശക്തമായ പിന്തുണ രാഹുലിന് ഇന്ന് കോൺഗ്രസ് പാർട്ടിയും ഈ വിഷയത്തിൽ നൽകിയിരുന്നു. യഥാർത്ഥ ഇന്ത്യക്കാരൻ ആരാണെന്ന് ജഡ്ജിമാരല്ല തീരുമാനിക്കുന്നതെന്ന് എല്ലാ ആദരവോടെയും പറയുന്നുവെന്നായിരുന്നു പ്രിയങ്കയുടെ പ്രതികരണം. മനു, ഈ വിഷയത്തിൽ രാഹുലിനൊപ്പമാണ് കോൺഗ്രസ് പാർട്ടി. സുപ്രീം കോടതി വിമർശനത്തെ രാജ്യത്തെ പുതിയ സംഭവവികാസങ്ങളുമായി ചേർത്തു കാണുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്തരമൊരു പരാമർശം സുപ്രീം കോടതിയുടെ ബെഞ്ചിൽ നിന്ന് വന്നപ്പോൾ അത് കോൺഗ്രസിനെ വലിയ തോതിൽ ദീപാങ്കർ ഗുപ്തയും അതുപോലെ ജസ്റ്റിസ് ജോർജ് അഗസ്റ്റിനും നടത്തിയ ഈ പരാമർശം വലിയ തോതിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ആ സാഹചര്യത്തിൽ നിന്ന് ഇന്ന് പ്രിയങ്ക രാഹുലിനെ പ്രതിരോധിക്കാനായി രംഗത്തെത്തിയിരിക്കുന്നു. രാഹുലിനെ പിന്താങ്ങിക്കൊണ്ട് അവർ വ്യക്തമാക്കിയത് കോടതികളല്ല തീരുമാനിക്കേണ്ടത് ആരാണ് യഥാർത്ഥ ഇന്ത്യൻ എന്ന്. അങ്ങനെ തീരുമാനിക്കാൻ കോടതികൾക്കാകില്ല. മറിച്ച് ഇത് ഒരു ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്തരവാദിത്വമാണ് സർക്കാരിനെതിരെ ചോദ്യങ്ങൾ ചോദിക്കുക എന്നത്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ തുടരും എന്ന് പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കുകയും ചെയ്തത് അത് കോൺഗ്രസിനെ ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയപരമായി കുറെ കൂടി ഒരു കരുത്ത് നൽകിയെന്ന് പറയാം. കാരണം വലിയ വിമർശനങ്ങൾക്കാണ് BJP കഴിഞ്ഞ ദിവസം തയ്യാറായത്. രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ തുടർച്ചയായി ദേശവിരുദ്ധ കാര്യങ്ങൾ പറയുന്നുവെന്ന ആരോപണം BJP ഉന്നയിക്കുന്നു. സർട്ടിഫൈഡ് ആൻറ്റി നാഷണൽ എന്ന പ്രയോഗം വരെ അമിത് മാളവിയെ പോലുള്ളവർ ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ BJP പാളയത്തിൽ നിന്ന് രാഹുൽ ഇങ്ങനെ വേദനിപ്പിക്കുന്ന തരത്തിലേക്ക് ദേശവിരുദ്ധ മാനസിക അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്ന കാര്യം വരുന്നു. അങ്ങനെ തുടരെ രാഹുൽ ഗാന്ധി രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരായ നിലപാട് ഉയർത്തുന്നു എന്ന ആവശ്യം എന്ന വിമർശനം BJPയുടെ എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ശക്തമായി അഴിച്ചുവിട്ടൊരു ഘട്ടത്തിലാണ് പ്രിയങ്ക ഗാന്ധി ഇന്ന് പ്രതിരോധവുമായി രംഗത്തെത്തുന്നത്. രാഹുലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഒപ്പം തന്നെ KC വേണുഗോപാൽ ഒരു പ്രതികരണവുമായി വന്നു. അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ ഇങ്ങനെ ദേശവിരുദ്ധരായി ചിത്രീകരിക്കുന്നു എന്നൊരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചു. രാജ്യ താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് രാഹുലിന്റെ ചോദ്യങ്ങൾ എന്ന് KC വേണുഗോപാലും വ്യക്തമാക്കി. ഏതായാലും ഈ വിവാദം കൂടുതൽ ദിവസങ്ങളിലേക്ക് തുടരും എന്നാണ് മനസ്സിലാകുന്നത്. അതാണ് പാർലമെന്റ് സമ്മേളനം തുടരുകയാണ്. വിവാദങ്ങളും ചർച്ചകളും തുടരും. തല്ലിയാലും തീർക്കാതെ അമ്മ. നടിമാരുടെ വെളിപ്പെടുത്തൽ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ച മെമ്മറി കാർഡ് തിരികെ ലഭിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ അമ്മയിലെ പുതിയ തർക്കം. ഇത് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ അമ്മയിലെ ഒരു വിഭാഗം നടിമാർ രംഗത്ത് വന്നു. കുക്കു പരമേശ്വരൻ്റെ കൈവശമുള്ള കാർഡ് പുറത്തുപോയാൽ അത് സ്വകാര്യതയെ ബാധിക്കുമെന്നും ജീവന് തന്നെ ഭീഷണിയാകുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് കോടതിയെ സമീപിക്കുന്നത്. വിവാദം തെരഞ്ഞെടുപ്പ് തന്ത്രമെന്ന മാലാ പാർവതിയുടെ വിമർശനവും നടി ഉഷ തള്ളി എന്നുള്ളതും പ്രധാനമാണ്. അതായത് രണ്ട് ചേരിയായി നിൽക്കുന്നു. നമുക്കറിയാം, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ശ്വേതാ മേനോനും ദേവനും തമ്മിലാണ് മത്സരം. ഇരുഭാഗത്തെയും പിന്തുണയ്ക്കുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനവും വിഭാഗവുമൊക്കെയാണ് ഇപ്പോൾ അമ്മയെ ഭരിക്കുന്നത്. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കും. നവമി, ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അമ്മയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതുവരെ കാണാത്ത പോരാണ്. സൂപ്പർ താരങ്ങളൊക്കെ ഒന്ന് പിന്മാറിയപ്പോൾ ഇപ്പോൾ രണ്ടാം നിരയിലുള്ള ആളുകൾ രംഗത്ത് വരുന്ന പശ്ചാത്തലമാണല്ലേ? നടിമാരായ പൊന്നമ്മ ബാബു, പ്രിയങ്ക, ഉഷ ഹസീന എന്നിവരാണ് കുക്കു പരമേശ്വരനെതിരെ പരസ്യമായി രംഗത്ത് വന്നത്. 2018 നടിമാരുടെ വെളിപ്പെടുത്തൽ റെക്കോർഡ് ചെയ്ത മെമ്മറി കാർഡ് കുക്കുവിന്റെ കൈവശമുണ്ടെന്നും അതുപയോഗിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് പല താരങ്ങളെയും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് നടിമാരുടെ ആരോപണം. അതിനാൽ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ച മെമ്മറി കാർഡ് തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് കുക്കു പരമേശ്വരനെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് നടിമാർ. അതിനിടെ വിവാദം തെരഞ്ഞെടുപ്പ് തന്ത്രമെന്ന നടി മാലാ പാർവതിയുടെ ആരോപണത്തെ പൂർണ്ണമായും തള്ളി നടി ഉഷ ഹസീന രംഗത്തെത്തി. ഇരുവരും ന്യൂസ് 18 വേദിയിൽ ഗുരുതര ആരോപണ പ്രത്യാരോപണങ്ങളാണ് ഉന്നയിച്ചത്. നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. ഞങ്ങളെല്ലാം ഉഷ ഹസീനയുടെ പിന്നിലാണ് അണിനിരക്കുന്നത്. അവർ നോക്കിക്കോളും കേസ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഉഷ ഹസീനയ്ക്ക് ദിവ്യ അയ്യരുടെയും ഇതൊക്കെ മാലാ പാർവതി എപ്പോഴാണ് ചെയ്തത്? ഈ ഇഷ്യൂ ഒക്കെ ഇത് മീഡിയയിലൊക്കെ വന്നതിന് ശേഷമാണ് ഈ മാലാ പാർവതി ഇതൊക്കെ പൊന്നമ്മ ബാബുവിനെ വിളിക്കുന്നത്. മാലാ പാർവതി ICയിൽ ഉണ്ടായിരുന്നപ്പോ കുക്കു പരമേശ്വരൻ ഇല്ലായിരുന്നു ICയിൽ. നടിമാരുടെ ആരോപണങ്ങൾക്ക് പിന്നിൽ നടൻ ബാബുരാജ് ആണെന്ന വാദവും ഉയരുന്നുണ്ട്. എന്നാൽ മത്സരത്തിൽ നിന്നും പിന്മാറില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് നടി കുക്കു പരമേശ്വരൻ. അമ്മയിൽ മാത്രമല്ല, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും തമ്മിൽ തുടരുകയാണ്. തെരഞ്ഞെടുപ്പിൽ പത്രിക തള്ളിയതിനെ തുടർന്ന് കോടതിയെ സമീപിക്കുകയാണ്
നിർമ്മാതാവ് സാന്ദ്ര തോമസ്. ബൈലോ പ്രകാരം 3-ലേറെ സിനിമകളുടെ സെൻസർ സർട്ടിഫിക്കറ്റ് തന്റെ പേരിലാണെന്നും പ്രസിഡന്റ്, ട്രഷറർ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ താൻ പൂർണ്ണ യോഗ്യയാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. 2 സിനിമകൾ മാത്രമാണ് സാന്ദ്ര നിർമ്മിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി ഇന്നലെയാണ് വരണാധികാരി സാന്ദ്രയുടെ പത്രിക തള്ളിയത്. ഇതിനെതിരെ എറണാകുളം സബ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് നിർമ്മാതാവ് സാന്ദ്ര തോമസ്. ബൈലോ പ്രകാരം 3-ലേറെ സിനിമകളുടെ സെൻസർ സർട്ടിഫിക്കറ്റ് തന്റെ പേരിലാണെന്നും അതിനാൽ പ്രസിഡന്റ്, ട്രഷറർ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ തനിക്ക് യോഗ്യതയുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകിയത്. സംഘടനയുടെ കാടത്തവും ഗുണ്ടായുസവുമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓഫീസിൽ കണ്ടതെന്നും തിരഞ്ഞെടുപ്പ് നിഷ്പക്ഷമല്ലെന്നും സാന്ദ്ര തോമസ് ന്യൂസ് 18നോട് പറഞ്ഞു. ഭരണാധികാരി എന്ന് പറയുന്നത് കഴിഞ്ഞ 25 വർഷമായിട്ട് ഒരേ ഒരു വ്യക്തിയാണ്. അതിൽ തന്നെ വളരെ വ്യക്തമാണ് അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ, അവർക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന ഒരാളെയാണ് ഭരണാധികാരിയായി വെച്ചിരിക്കുന്നത്. ഈ ഭരണാധികാരി എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ നേരിട്ട് കാണുകയും അദ്ദേഹത്തെ എന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് 100% എന്റെ ഭാഗത്താണ് ശരിയെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞതാണ്. 100% എന്റെ ഭാഗത്താണ് ശരിയെങ്കിലും എനിക്ക് വേറെ നിവൃത്തിയില്ല എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. തന്നെ മത്സരിക്കാൻ അനുവദിക്കാത്തതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ഗുണ്ടകളാണ് അസോസിയേഷൻ ഭരിക്കുന്നതെന്നും സാന്ദ്ര ആവർത്തിച്ചു. പത്രിക തള്ളിയതിനെ ചൊല്ലി വരണാധികാരിയും സാന്ദ്രയും തമ്മിൽ വാക്കേറ്റം നടന്നു. 3ാമതായി ചേർത്ത സർട്ടിഫിക്കറ്റ് ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിലുള്ളതാണെന്നും അത് യോഗ്യതയെ പരിഗണിക്കാനാകില്ല എന്നുമായിരുന്നു വരണാധികാരിയുടെ നിലപാട്. ന്യൂസ് 18 കൊച്ചി. നമുക്കിനി പ്രധാനപ്പെട്ട ഒരു സെഗ്മെന്റിലേക്ക് പോകാം. ഇന്നത്തെ പഞ്ച് ഡയലോഗ്. കോൺഗ്രസ് സംഘടന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നേതാക്കളെല്ലാം ഡൽഹിയിലാണ്. ഇതിനിടയിലാണ് കേരളത്തിലെ മാധ്യമങ്ങളിൽ നിരവധി വാർത്തകൾ വരുന്നത് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട്. ഗ്രൂപ്പ് തർക്കം, നേതാക്കളുടെ ആധിപത്യം, പല ലിസ്റ്റുകൾ നേതാക്കൾ നൽകിയിരിക്കുന്നു, അവരിൽ പലരും അസംതൃപ്തരാണ് എന്നുള്ള വാർത്തകളൊക്കെ. ഇതൊക്കെ KPCC പ്രതിപക്ഷ നേതാവിനെ വല്ലാതെ ചൊടിപ്പിച്ചു. ഇന്ന് അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മൈക്രോസ്കോപ്പിക് ലെൻസുമായി കോൺഗ്രസിന് പുറകെ നിങ്ങൾ നടക്കല്ലേ മാധ്യമങ്ങളെ എന്നാണ്. ഇന്നത്തെ പഞ്ച് ഡയലോഗ് അതാണ്. അതിലേക്ക് അല്ല, ഞാൻ അതൊക്കെ KPCC പ്രസിഡന്റ് പറയും. ലിസാമ്മ നിങ്ങൾ ആദ്യം അറിയിക്കും. നിങ്ങൾ ഇതാണ്, നിങ്ങൾക്ക് രാവിലെ നിന്ന് ഈ വാർത്ത നോക്കിയെടുക്കുക. ഈ കോൺഗ്രസിന്റെ പുറകെ ഇങ്ങനെ മൈക്രോസ്കോപ്പിക് ലെൻസുമായിട്ട് ഇങ്ങനെ നിങ്ങൾ നടക്കല്ലേ, നിങ്ങളിങ്ങനെ നടക്കല്ലേ. ഒരാൾ വന്നില്ല, ആൾക്ക് എന്തെങ്കിലും അസൗകര്യമുണ്ട്, ഞങ്ങൾ വിളിച്ചിട്ടില്ലല്ലോ, ഞങ്ങൾ സമയം കൊടുത്ത് ഓരോരുത്തരെ വരുത്തിക്കൊണ്ടിരിക്കുന്നല്ലേ. എന്തിനാ ഇങ്ങനത്തെ വാർത്ത? എന്നിട്ട് ഇത് ബിഗ് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് വാർത്ത കൊടുത്ത് കോൺഗ്രസിൽ അനൈക്യം, MP വന്നില്ല, വേറൊരു MP വന്നില്ല. നിങ്ങൾക്ക് വേറെ വാർത്തയൊന്നുമില്ല? ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കാം. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ആണ് കോൺഗ്രസിൽ ചർച്ചകളെങ്കിൽ ഛത്തീസ്ഗഡിലെ കേട് തീർക്കാനുള്ള ശ്രമത്തിലാണ് BJP. അരമനകൾ സന്ദർശിക്കുകയാണ് BJP നേതാക്കൾ. ഛത്തീസ്ഗഡ് സംഭവത്തിന് പിന്നാലെ ക്രൈസ്തവ സഭകളുമായി ഉണ്ടായ മുറിവുണക്കാനാണ് BJPയുടെ ശ്രമം. വിവിധ ബിഷപ്പുമാരെ നേരിട്ട് കണ്ട് നേതാക്കൾ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, മലങ്കര കത്തോലിക്ക സഭാ അധ്യക്ഷൻ കർദിനാൾ ക്ലിബിസ് കത്തോലിക്ക ബാവ എന്നിവരെ ഇന്നലെ നേതാക്കൾ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ജാമ്യം ലഭിച്ചതോടെ സഭയും ഏതാണ്ട് അയഞ്ഞ നിലപാടിലാണ്. ശ്രീജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീജിത്ത്, ഷോൺ ജോർജും മറ്റുമാണ് ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഈ ജാമ്യം ലഭിച്ചതോടെ സഭകൾക്കും ഏതാണ്ടൊരു മനംമാറ്റമുണ്ടോ? ഈ വിഷയത്തിൽ BJP മാത്രമല്ല കുറ്റക്കാരെന്ന കാര്യത്തിൽ? കന്യാസ്ത്രീകൾക്ക് ജാമ്യം വാങ്ങി നൽകിയ കേസിൽ ഫലത്തിൽ വെട്ടിലായിരിക്കുകയാണ് BJP സംസ്ഥാന നേതൃത്വം. ഇത് പരിഹരിക്കാൻ, സഭകളുമായി ഉണ്ടായ ഒരു മുറിവ് പരിഹരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ BJPയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. വിവിധ സഭാധ്യക്ഷന്മാരെ നേരിൽ കണ്ടുകൊണ്ടാണ് ഈ ശ്രമത്തിനൊരു തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇന്നലെ സിറോ മലബാർ സഭയുടെ അധ്യക്ഷൻ റാഫേൽ തട്ടിലിനെ, ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെ നേരിൽ കണ്ടിരുന്നു നേതാക്കൾ. ഒപ്പം തന്നെ ക്ലിമീസ് കാതോലിക്ക ബാവ, മലങ്കര കത്തോലിക്ക സഭയുടെ അധ്യക്ഷനെയും അദ്ദേഹത്തെയും കണ്ടിരുന്നു. അങ്ങനെ വിവിധ രൂപത അധ്യക്ഷന്മാരെ വരും ദിവസങ്ങളിൽ കണ്ടുകൊണ്ടാണ് ഈ പ്രശ്നം, ഇതിലെങ്ങനെയാണ് ഇടപെട്ടത്, പ്രധാനമന്ത്രി അടക്കമുള്ളവർ നടത്തിയ നീക്കങ്ങൾ എന്നിവ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു അകലമുണ്ടായത് അത് പരിഹരിക്കാനുള്ള ശ്രമമാണ് ഫലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
എടുത്തു പറയാനുള്ളത് ഇതേ സമയം തന്നെയാണ് ഈ ഒരു നീക്കത്തെ എതിർത്തുകൊണ്ട്, അതായത് വീണ്ടും സഭകൾക്ക് പിന്നാലെ പോകുന്നതിനെതിരെ ഫലത്തിൽ ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെ വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്ത് വരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതായത് നേരത്തെ തന്നെ ഈ നീക്കത്തിനെതിരെ ഹിന്ദു സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. അതിനൊക്കെ പിന്നാലെ ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങൾക്കെതിരെയും രംഗത്ത് വരുന്നുണ്ട്. ഫലത്തിൽ BJP ഒരു പ്രശ്നത്തിൽ നിന്ന് മറികടക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും മറ്റൊരു പ്രശ്നം എന്ന നിലയിൽ ചൂണ്ടിക്കാണിക്കുകയാണ് VHP ഉൾപ്പെടെയുള്ള സംഘടനകൾ. എന്തായാലും BJPക്ക് അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇത്തരം നീക്കങ്ങൾ നടത്തേണ്ടി വരും എന്നൊരു സൂചന കൂടി അവർ പറയുന്നുണ്ട്. ആകെ ആശ്വാസമുള്ളത് സഭാധ്യക്ഷന്മാർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല പ്രതികരണങ്ങളും ഇന്നലെയൊക്കെ ചോദിച്ച സമയത്ത് ഇനി തൽക്കാലം ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്ന നിലപാടിലേക്ക് എത്തി എന്നുള്ളത്, ഒരു താൽക്കാലിക മൗനത്തിലേക്ക് എത്തി എന്നുള്ളത് BJPയെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. നിലവിൽ BJPയുടെ ഒരു ഇന്നലെ ഷോൺ ജോർജ് അടക്കം വാർത്താ സമ്മേളനത്തിൽ നടത്തി ചൂണ്ടിക്കാട്ടിയത് ഈ ഏതാണ്ട് 9 ഇടങ്ങളിൽ നടന്ന പ്രതിഷേധ പരിപാടികളിൽ SDPI പ്രവർത്തകർ കടന്നുകൂടിയിട്ടുണ്ട്, നുഴഞ്ഞുകയറ്റം, സഭയുടെ പരിപാടികളിൽ അവർ കയറി എന്നതടക്കമുള്ള ആരോപണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അതിന്റെ ചിത്രങ്ങൾ അടക്കമുണ്ട് എന്നാണ് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത്. സഭാധ്യക്ഷന്മാരെ കാണുമ്പോഴും ഇത്തരം കാര്യങ്ങളാണ് ഫലത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് പതുക്കെയെങ്കിലും കരകയറുക എന്ന ലക്ഷ്യം BJPയെ സംബന്ധിച്ചുണ്ട്. ഭാവിയിൽ ഇതൊരു ഗുണമായി മാറും. കാരണം ഈ വിഷയത്തിൽ BJP ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ജാമ്യം ലഭിക്കില്ലായിരുന്നു എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അത് ഈ തെറ്റിദ്ധാരണ ഉള്ളവർക്ക് അത് മനസ്സിലാകും എന്നാണ് ഷോൺ ജോർജ് അടക്കമുള്ള നേതാക്കളാണ് ഫലത്തിൽ ഈ നേതാക്കളെയൊക്കെ ഇവരെയൊക്കെ കാണുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നതും അത്തരം BJPയിലേക്ക് ഇത്തരം ക്രൈസ്തവ മുഖങ്ങളെയാണ്. എന്തായാലും ഇത് വിജയം കാണുമോ എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ശ്രീത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. മെസ്സി കേരളത്തിൽ വരുമോ എന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്ന ചർച്ച. ഇന്ന് സ്പോൺസർമാർ പറയുന്നത് മെസ്സി വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പുതിയ നീക്കം വിലപേശലാണോ എന്ന സംശയത്തിലാണ് സ്പോൺസർമാർ. പുതിയ കരാർ ആകാമെന്നത് പഴയ കരാറിന്റെ ലംഘനമാണ്. 2026 സെപ്റ്റംബറിൽ വരാമെന്നാണ് അവർ ഇപ്പോൾ പറയുന്നതെന്നും അതേസമയം ഈ വർഷം വരില്ല എന്ന് ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല എന്നും പരിപാടിയുടെ സ്പോൺസർമാരായ RBCയുടെ MD ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞു. നവമി ദിനേശ്, നവമി, ഇപ്പോൾ പറഞ്ഞ് കളിപ്പിച്ചൊരവസ്ഥയാണ്. കാരണം മെസ്സി വരുമെന്ന് മന്ത്രി പോലും FBയിലൂടെ പോസ്റ്റ് ചെയ്യുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. മെസ്സി വരുമെന്ന് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ ആഗ്രഹിക്കുന്നു, ആശിക്കുന്നു. കോടികളുടെ ഇടപാടാണ്. ഇപ്പോൾ വരില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അവസാനം. മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലേക്ക് വരില്ലെന്ന് ഇതുവരെയും ഔദ്യോഗികമായി ആരും പറഞ്ഞിട്ടില്ലെന്നും പണം നൽകിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കാനുള്ള എല്ലാ വഴികളും നോക്കുമെന്ന് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ആൻഡോ അഗസ്റ്റിൻ വ്യക്തമാക്കി. ഖത്തർ ലോകകപ്പിലെ വിന്നിംഗ് ടീമുമായിട്ടാണ് നമ്മൾ എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്. വിന്നിംഗ് ടീമിനെ ഇവിടെ കൊണ്ടുവരിക, ഇൻക്ലൂഡിംഗ് മെസ്സി അടക്കമുള്ള പ്രധാനപ്പെട്ട 4 കളിക്കാരെ അടക്കം ലോകകപ്പിൽ കളിച്ച സെയിം ടീമുമായിട്ടാണ് എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്. ആ ടീമാണ് നമ്മൾ ഈ 2025 വരേണ്ടത്. പക്ഷേ അത് 26 കഴിഞ്ഞാൽ 2026 ഇവരാണോ ലോകകപ്പിൽ ജയിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. ഇവരാണോ 1ാം സ്ഥാനത്തേക്ക് വരാൻ പോകുന്നത് നമുക്കറിയില്ല. അങ്ങനെ ഒരു ടീമിനെ നമുക്ക് 26 ലോകകപ്പിന് ശേഷം കൊണ്ടുവരിക എന്നുള്ള കാര്യത്തിനകത്ത് പ്രാക്ടിക്കൽ ഇഷ്യൂസ് ഉണ്ട്. മെസ്സിയെ കേരളത്തിലെത്തിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുമായും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനുമായും ചർച്ച നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് അർജന്റീനയുമായി ധാരണയിലെത്തിയത്. 2025 ഒക്ടോബർ നവംബർ മാസത്തിൽ കേരളത്തിൽ മെസ്സി എത്തുമെന്നും നേരത്തെ ഉറപ്പ് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പണം നൽകിയത്. ഖത്തർ ലോകകപ്പ് വിജയിച്ച ടീമിനെയാണ് ഉദ്ദേശിച്ചത്. എന്നാൽ 2026 സെപ്റ്റംബറിലേക്ക് മാറ്റിയെന്നാണ് ഇപ്പോൾ പറയുന്നത്. കേരളത്തിന്റെ ഫുട്ബോൾ സാധ്യത അർജന്റീന മനസ്സിലാക്കിയിട്ടുണ്ട്. പുതിയ നീക്കം വിലപേശലാണോ എന്ന സംശയമുണ്ടെന്നും ആൻഡോ പറഞ്ഞു. ഞങ്ങൾക്ക് എന്താണോ എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത് ആ എഗ്രിമെന്റുമായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യം എന്ന് നമ്മളൊക്കെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനൊരു കൺഫർമേഷൻ പ്രോപ്പറായ രീതിയിൽ അവർ ഇതുവരെ തന്നിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് ഏകദേശം 6ാം തീയതി ആയി കഴിഞ്ഞാൽ 2 മാസം പൈസ അവർ വാങ്ങിയിട്ട് 2 മാസമായി. അർജന്റീന ഇന്ത്യയിൽ വരുമെന്ന് പറയുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഈ ആശയക്കുഴപ്പമുണ്ട്. തങ്ങളുടെ കയ്യിൽ എല്ലാ തെളിവുകളും ധാരണാപത്രവുമുണ്ട്. സ്റ്റേഡിയത്തിനും മാർക്കറ്റിങ്ങിനുമായി നിരവധി പണമാണ് മുടക്കിയതെന്നും ആൻഡോ പറയുന്നുണ്ട്. എന്തായാലും മെസ്സി വരുമോ ഇല്ലയോ എന്നതിലും ഇപ്പോഴും ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. ഖത്തറിലെ കൊലപാതക പരമ്പരകളുടെ ചുരുളഴിയുന്നു. സൈക്കോ കില്ലറിലേക്ക് കൂടുതൽ അടുപ്പിക്കാനുള്ള തെളിവുകൾ പോലീസിന് ലഭിക്കുന്നു.
ആലപ്പുഴയിലെ ഐഷ തിരോധാന കേസിൽ മുഖ്യപ്രതി സെബാസ്റ്റ്യന്റെ മുൻ പെൺസുഹൃത്ത് റോസമ്മയെ പോലീസ് ചോദ്യം ചെയ്യും. വ്യത്യസ്ത മൊഴി നൽകിയതിനാണ് വിശദമായി ചോദ്യം ചെയ്യാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ഐഷ തിരോധാന കേസിൽ സെബാസ്റ്റ്യന് പങ്കുണ്ടെന്ന നിർണായക വെളിപ്പെടുത്തൽ റോസമ്മ നടത്തിയത് ന്യൂസ് 18-ലൂടെയാണ്. അതേസമയം തന്റെ സാന്നിധ്യത്തിൽ അന്വേഷണ സംഘം മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയിട്ടും പുരയിടത്തിൽ അതെങ്ങനെ എത്തിയെന്ന് അറിയില്ലെന്ന നിലപാടിലാണ് സെബാസ്റ്റ്യൻ. ന്യൂസ് 18 ബിഗ് ഇമ്പാക്ട്. അവർ തങ്ങളിലുള്ള ലോഹ്യത്തിൻ്റെ കൂട്ടത്തിൽ അവർ വന്നു കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് വന്ന് കയറി തെളിച്ചു, മാങ്ങായി മറിച്ചു, അവരുടെ സ്വന്തം പോലെ കൈകാര്യം ചെയ്തു പോയി. അപ്പം അവർ തങ്ങളിൽ അത്ര ഒരു സ്നേഹബന്ധം ഉണ്ടായിട്ടല്ലേ ചെയ്തേ. ഐഷ തിരോധാന കേസിൽ അന്വേഷണ സംഘമോ ഐഷയുടെ മക്കളോ സെബാസ്റ്റ്യനുമായുള്ള ബന്ധം സ്ഥിരീകരിക്കാത്ത ഘട്ടത്തിലായിരുന്നു റോസമ്മയുടെ ന്യൂസ് 18നോടുള്ള നിർണായക തുറന്നു പറച്ചിൽ. സ്വന്തം പേരിൽ വാങ്ങിയ ഭൂമിയുടെ രജിസ്ട്രേഷന് തൊട്ടുമുമ്പുള്ള ദിവസമാണ് ഐഷയെ കാണാതായതെന്ന് റോസമ്മ വ്യക്തമാക്കി. സെബാസ്റ്റ്യന്റെ കൈവശമുണ്ടായിരുന്ന പണം വാങ്ങാൻ പോയ ഐഷയെ അപായപ്പെടുത്തിയിട്ടുണ്ടാകുമെന്നും അവർ തുറന്നു പറഞ്ഞു. എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല. ആ പൈസ അവരെ കളക്ട് ചെയ്ത് കൊണ്ടുപോയി. സെബാസ്റ്റ്യനായിട്ടുള്ള പണമിടപാടുണ്ടായിരുന്നു, അതും അറിയത്തില്ല. അവരാരോടൊന്നും വിട്ടു പറയുകയില്ലായിരുന്നു. അതിപ്പം അങ്ങനെ ആയിരിക്കും അവർ തങ്ങളിലുള്ള ബന്ധം. ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ സ്പെഷ്യൽ ബ്രാഞ്ച് സംഘം റോസമ്മയുടെ ശാസ്താംകവലയിലെ വീട്ടിലെത്തി വിവരങ്ങൾ തേടി. എന്നാൽ താനും ഐഷയും സെബാസ്റ്റ്യനുമായുള്ള ബന്ധത്തെക്കുറിച്ച് റോസമ്മ മുഴുവൻ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടില്ല എന്ന നിഗമനത്തിലാണ് പോലീസ്. ഐഷയുടെ തിരോധാനത്തിന് ശേഷം സെബാസ്റ്റ്യനുമായി ഒരു ബന്ധവുമില്ലെന്ന് ന്യൂസ് 18നോട് റോസമ്മ ആദ്യം വ്യക്തമാക്കുന്നു. ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ, എനിക്കൊരു കൂട്ട് വേണ്ടേ, അതുകൊണ്ട് കല്യാണം നടത്താമെന്ന് പറഞ്ഞാണ് ഉള്ളിൽ വരുന്നത്. ഐഷ കാണാതായതിനു ശേഷമാണ്. അത് കഴിഞ്ഞ് ഒത്തിരി കഴിഞ്ഞാൽ ആണല്ലോ. പക്ഷേ കാണാതായ പിന്നെ ഒത്തിരി കഴിഞ്ഞാൽ ആവശ്യം വരുന്നു. തുടർ സംസാരത്തിൽ ഐഷ തിരോധാനത്തിന് ശേഷവും സെബാസ്റ്റ്യനുമായി വിവാഹം കഴിച്ചു ജീവിക്കാൻ റോസമ്മ തയ്യാറായി എന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തം. പക്ഷേ കാണാതായ പിന്നെ ഒത്തിരി കഴിഞ്ഞാൽ ആവശ്യം വരുന്നു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ വീട്ടിലറിയിക്കാം, അവർ വരട്ടെ, ഇത്രയും പേരുണ്ടല്ലോ, അവരറിയാതെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അവർ വരട്ടെ എന്ന് പറഞ്ഞു. താൻ ഇല്ലാതിരുന്ന ദിവസം JCB ഉപയോഗിച്ച് സെബാസ്റ്റ്യനും ഐഷയും ചേർന്ന് തന്റെ പുരയിടം തെളിച്ചുവെന്ന് റോസമ്മ ആവർത്തിച്ചു പറയുന്നതിലും എന്തോ ഉണ്ടെന്ന് അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. അതേസമയം കോട്ടയം ക്രൈംബ്രാഞ്ച് വീട്ടിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്ന ഘട്ടത്തിൽ പോലും ക്രൈംബ്രാഞ്ച് SP ഷൗക്കത്തിൽ ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘത്തോട് മറ്റാരെങ്കിലും അസ്ഥികൾ ഇവിടെ കൊണ്ടിട്ടതാകാമെന്ന നിലപാടിലാണ് സെബാസ്റ്റ്യൻ. മാസങ്ങളായി താമസമില്ലാത്ത പുരയിടമാണെന്നാണ് ഇതിനെ സംബന്ധിച്ച് സെബാസ്റ്റ്യൻ നൽകുന്ന വിശദീകരണം. തെളിവെടുപ്പിനിടെ അന്വേഷണ സംഘത്തോട് പൊറോട്ടയും ബ്രെഡും ഉൾപ്പെടെയുള്ള ഭക്ഷണം ഇയാൾ ആവശ്യപ്പെട്ട് വാങ്ങിക്കഴിക്കുകയും ചെയ്തു. പ്രമേഹ രോഗത്തിലുള്ള ഇൻസുലിനായും ആവശ്യമുന്നയിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ സെബാസ്റ്റ്യനെ നാർക്കോ അനാലിസിസിന് പോലും വിധേയനാക്കാൻ പോലീസിന് കഴിയുന്നില്ല. ഐഷ കേസുമായി ബന്ധപ്പെട്ട് റോസമ്മയിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാനാണ് ഇനിയുള്ള ശ്രമം. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. ചേർത്തല സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്നാണ് DGP റവദ ചന്ദ്രശേഖർ ഇന്ന് അറിയിച്ചത്. മറ്റു ജില്ലകളിലെ തിരോധാന കേസുകളും അന്വേഷണ പരിധിയിലുണ്ടെന്നും DGP പറഞ്ഞു. നമ്മളിതിന് ആവശ്യമുള്ള സയൻറ്റിഫിക് എവിഡൻസ് എല്ലാം കളക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിന് സമഗ്രമായിട്ട് നമ്മൾ നോക്കുന്നതാണ്. അവിടത്തേക്ക് അവിടുത്തെ മിസ്സിംഗ് കേസസിൽ ഇത് നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എടുത്തിട്ട് അന്വേഷണം ചെയ്യുന്നതാണ്. ഇനി നമ്മുടെ മറ്റൊരു പ്രധാന സെഗ്മെന്റാണ് വൈറൽ കട്ട്. ഒരു ഡോൾഫിനെ ചില ഷാർക്കുകൾ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്നത്തെ വൈറൽ ദൃശ്യങ്ങളിൽ ഉള്ളത്. അത് സംഭവിച്ചിരിക്കുന്നത് ഇന്നലെ കഴിഞ്ഞ ദിവസമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളുമാണ്. ഐലൻഡ് ബീച്ച് സ്റ്റേറ്റ് പാർക്കിൻ സീസൈഡ് പാർക്കിലാണ്. ന്യൂജേഴ്സിയിലെ സീസൈഡ് പാർക്ക് എന്ന വളരെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം.
ആ ഡോൾഫിൻ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അറ്റാക്ക് ഏറ്റുവാങ്ങിയ ഡോൾഫിൻ കടലിലേക്ക് കൂടുതൽ വേഗത്തിൽ തിരിച്ചുപോയി എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും അതാണ് വ്യക്തമാകുന്നത്. ഈ ദൃശ്യങ്ങളോട് 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം.